ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്നത് അവൻ്റെ യാത്രകളാണ്. യാത്രകളെപ്പറ്റി പറയുമ്പോൾ അവൻ്റെ മറ്റ് ആവശ്യങ്ങളിൽ കൂടി പറയണം. അതിൽ നിന്ന് അവൻ എങ്ങനെ സമ്പാദിച്ച് യാത്രകൾക്ക് വേണ്ടി ചിലവാക്കാൻ കഴിയും അതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു സമൂഹത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൂഹത്തിൽ മനുഷ്യന് ആവശ്യമുള്ളത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ജോലി, യാത്രാ സൗകര്യം, ആരോഗ്യ സംരക്ഷണം. ഈ 7 ആവശ്യങ്ങൾ എല്ലാ ജാതിയിലും മതത്തിലുള്ളവർക്കും ആവശ്യമുള്ളതാണ്. പള്ളികളും അമ്പലങ്ങളും ഓരോ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഭക്ഷണം. മലയാളികൾ ഭക്ഷണത്തിന് അമിത പ്രാധാന്യം നൽകുന്നു. ആവശ്യമുള്ളതിനേക്കാൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. 3 നേരവും വയറ് നിറയെ ഭക്ഷണം. വൈകുന്നേരം കാപ്പിട്ടും വേണം എന്തെങ്കിലും ഭക്ഷണം. ചോറിന് ഹോട്ടലിൽ ലിമിറ്റില്ലാത്തത് കൊണ്ട് മലയാളികൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നു. പാർപ്പിടം. മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള വീട് പണിത് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എത്ര ലോൺ എടുക്കാനും അവന് മടിയില്ല. പലിശ മാസത്തിൽ ഒരു ഭയങ്കര ചെലവായി മാറുന്നത് അവൻ ഓർക്കുന്നില്ല. വസ്ത്രം. മോടിയായ വസ്ത്രം, വില കൂടിയ വസ്ത്രം മലയാളികൾക്ക് വേണം. ഷർട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല. ടീഷർട്ടാണ് നല്ലത്. ടീഷർട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ചിലവ് കുറയും, കൊണ്ട് നടത്താനും സൗകര്യം. സാധാരണക്കാർ എല്ലാവരും ടീഷർട്ടിലോട്ട് മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസം. കുട്ടികളെ അടുത്തുള്ള സ്കൂളുകളിൽ ചേർക്കാതെ ദൂരെയുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ വിടും. അവന് നടന്നു പോകുന്ന ദൂരത്തിൽ സ്കൂൾ ഉണ്ടെങ്കിലും പിന്നീട് യാത്രാ സൗകര്യത്തിനായി വണ്ടികൾ അറേഞ്ച് ചെയ്യണം. അത് വളരെ ചാർജ് കൂട്ടും ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യന്. എന്നാലും അവൻ ദൂരയിൽ വിട്ടേ പഠിപ്പിക്കും. ജോലി. മലയാളികൾ പൊതുവെ ജോലിയെടുക്കാൻ താല്പര്യമില്ല. വിശ്രമിക്കാൻ സൗകര്യമുള്ള ജോലിയാണെങ്കിൽ അവൻ പോവും, ശമ്പളം കുറവാണെങ്കിലും. യാത്ര. സ്ഥിരമായി യാത്ര ചെയ്യാനാണെങ്കിൽ അവന് കാറ് വേണം. കാറില്ലെങ്കിൽ ഒരു 2 വീലറെങ്കിലും വേണം. മുന്നിലൂടെ ബസ്സുകൾ ഓടുന്നുണ്ടെങ്കിലും അവന് സ്വന്തമായി വണ്ടി തന്നെ വേണം. 7ാമത്തെ ആവശ്യം ആരോഗ്യം. ആരോഗ്യത്തിനു വേണ്ടി അവൻ എത്ര പണവും ചെലവാക്കും. ഒരു MBBS കൊണ്ട് തീർക്കാവുന്ന പനി, ചുമ ആണെങ്കിലും അവൻ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേ പോകും. സാധാരണ ഡോക്ടറുടെ അടുത്ത് പോകില്ല. അതിന് വരുന്ന പണം ലോണായിട്ടോ കടം മേടിച്ചോ പോകും. ഈ ആവശ്യത്തിനാണോ അവർ പോകുന്നതെന്ന് ഒരു പിടിപാടുമില്ല. ഈ ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ അവന് നല്ലൊരു സമ്പാദ്യമുണ്ടാവും. പള്ളികളും അമ്പലങ്ങളും മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്. അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നിരുന്നാലും മലയാളികൾ അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും നല്ല എമൗണ്ട് ചിലവ് ചെയ്യും. ഇതെല്ലാം അവരുടെ വരുമാനത്തിലാണെന്ന് ഓർക്കണ്ടേ. അതിനു പുറമെയാണ് ആഘോഷങ്ങൾ. ആഘോഷങ്ങളെല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കും. പൈസ ഇല്ലെങ്കിൽ വായ്പ എടുത്താണെങ്കിലും ലോൺ എടുത്താണെങ്കിലും ആഘോഷിക്കും. ആഘോഷങ്ങൾ ഒരു കുറവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ 8 ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസകളിൽ ചെറിയൊരു സേവിങ് നടത്തുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് മാസത്തിൽ കിട്ടും. അപ്പോൾ ഒരു വർഷമോ നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എമൗണ്ടാണ്. ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് യാത്ര പോവാം. വർഷത്തിൽ ഒരു യാത്രയെങ്കിലും പോയിരിക്കണം. കേരളം വിട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് നല്ലൊരു ഹോട്ടൽ മുറിയെടുത്ത് കുടുംബസമേതം ഒരു ദിവസം താമസിക്കുക. ആ കുട്ടികൾക്കുണ്ടാവുന്ന സന്തോഷം, ഭാര്യയ്ക്കുണ്ടാവുന്ന സന്തോഷം, നിങ്ങൾക്കുണ്ടാവുന്ന സംതൃപ്തി, അതെല്ലാം ഇങ്ങനെ പോയി താമസിച്ചാലേ കിട്ടും. അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം നടന്നുകൊള്ളും.
അതൊരു ബുദ്ധിമുട്ടില്ലാതെ യാത്രകൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാം. അതിന് വേറെ ആരെയും ആശ്രയിക്കണ്ട. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കുട്ടികളും മാത്രം ആലോചിച്ചാൽ മതി. എവിടെ പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണം, ഇതൊക്കെ അറിയാൻ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണില്ലേ? മൊബൈൽ ഫോൺ കൊണ്ട് ലോകത്തിലെ എല്ലാം അറിയാൻ പറ്റും. പിന്നെയാണ് ഒരു സ്ഥലത്തെ യാത്ര സൗകര്യം അറിയാൻ സാധിക്കാതെ പോകുന്നത്. ട്രെയിൻ ടിക്കറ്റുകളാണെങ്കിലോ നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ ബുക്ക് ചെയ്യാം. തിരിച്ചുള്ള ട്രെയിനും ബുക്ക് ചെയ്യും. ഫ്രീ ആയി നിങ്ങൾക്ക് മാനസികമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോയി വരാം. സാമ്പത്തിക ലാഭവും ഉണ്ടാവും. എവിടെ പോയാലും നിങ്ങൾ കേരളത്തിലെ ഭക്ഷണം മറക്കുക. അവിടുത്തെ ഭക്ഷണം കഴിക്കുക. അതൊരു ചേഞ്ചായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന് ചാർജും കുറവായിരിക്കും. സാധാരണക്കാരുടെ ഭക്ഷണം കഴിച്ചാൽ മതി. ചൈനീസ് ഭക്ഷണം ഒന്നും കഴിക്കാൻ പോകരുത്. ആ നാട്ടിലെ ഭക്ഷണമല്ലല്ലോ ചൈനീസ് ഭക്ഷണം. നിങ്ങൾ അവിടുത്തെ ഭക്ഷണം തന്നെ കഴിക്കണം. നിങ്ങളുടെ ചോയ്സ് എല്ലാം മാറ്റി അവരുടെ ഭക്ഷണം കഴിച്ചു നോക്കൂ. അതുപോലെ വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങളൊന്നും കൊണ്ടുപോകരുത്. നിങ്ങളെ കാണിക്കാനല്ല പോണത്, അവരെ കാണാനാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വസ്ത്രം മോശമായതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. കഴിയുന്നതും ഇങ്ങനെയുള്ള യാത്രകളിൽ ബന്ധുക്കളെ വീട്ടിൽ പോകാതിരിക്കുക. നിങ്ങൾ ബന്ധുക്കളെ സന്ദർശിക്കാനല്ല പോകുന്നത്, ഒരു പുതിയ സ്ഥലം കാണാനാണ് പോണതെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനം കുറച്ചാൽ തന്നെ നല്ലൊരു എമൗണ്ട് ഈ യാത്രകൾക്ക് ഉപയോഗിക്കാൻ കിട്ടും. ഞാൻ ഇവിടെ കാണിച്ചത് ചെറായി ബീച്ചാണ്. ചെറായി ബീച്ചിൽ നിന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങളാണിത്. ചെറായി ബീച്ച് നല്ല ബീച്ചാണ്. ഇവിടെ ഒരു കള്ള് ഷാപ്പും ഉണ്ടായിരുന്നു. ഞാൻ ആ കള്ള് ഷാപ്പിൽ കയറി ഒരു ഗ്ലാസ് കള്ളും ഒരു മീൻ കറിയും മേടിച്ചു. ഒരു അപ്പവും. ഭക്ഷണം തീരെ മോശമായിരുന്നു, കള്ളും മോശം. ഇത് ചെയ്യാം, മേടിച്ച് പോയി. പക്ഷേ അവിടെ ബാറുകളും ബിയർ പാർലറും ഇഷ്ടമാതിരി. അവിടെ എവിടെയെങ്കിലും കയറി ഒരു പെറ്റ് കഴിച്ചാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ച് നിൽക്കാൻ ആവും. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF എന്നാണ്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ 1030 ആയെങ്കിലും വാച്ചിങ് ഹവർ ആയിട്ടില്ല. നിങ്ങൾ കണ്ടാലേ എനിക്ക് വാച്ചിങ് ഹവർ ആവും. എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഷെല്ലി MF.